ആരിഫ് മുഹമ്മദ് ഖാനെ തോൽപ്പിക്കാൻ കളത്തിലിറക്കിയ മല്ലിക സാരാഭായ് സംസ്ഥാന സർക്കാരിന് തലവേദനയാകുന്നു. സർക്കാർ അറിയാതെ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഉത്തരവിട്ടത് CPM ചർച്ച ചെയ്യുന്നു. ജീവനക്കാരെ പുറത്താക്കിയിട്ട് ചാൻസലർ വർഷം തോറും 36 ലക്ഷം സ്വന്തമാക്കുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടെന്ന് വിമർശനം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വെല്ലുവിളിച്ച് കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലറായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച മല്ലിക സാരാഭായ് ഇപ്പോൾ ഒരു വയ്യാവേലിയായി മാറിയിരിക്കുന്നു. ഗവർണറോടുള്ള വാശിക്ക് നിയമിച്ച മല്ലികയ്ക്ക് വേണ്ടി 36 ലക്ഷത്തോളം രൂപയാണ് വർഷം ചെലവഴിക്കേണ്ടി വരുന്നത്. കലാമണ്ഡലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമ്പോൾ മല്ലിക സാരാഭായ് സംസ്ഥാന സർക്കാരിനെ ഒരു അധിക ബാധ്യതയായി മാറിയിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അധ്യാപകരെ അടക്കം 134 താൽക്കാലിക കലാമണ്ഡലം ജീവനക്കാരെ കഴിഞ്ഞ ദിവസം VC പിരിച്ചുവിട്ടത് സമരത്തിനിടയാക്കുകയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട ഉത്തരവ് ഉടൻ തന്നെ മന്ത്രി സജി ചെറിയാൻ ഇടപെട്ട് മരവിപ്പിച്ചെങ്കിലും ഇരകളായവർ സമരം തുടരുമെന്ന നിലപാടിലാണ്. അതേസമയം സർക്കാരിന്റെ അനുവാദം വാങ്ങാതെയാണ് VC പിരിച്ചുവിടൽ ഉത്തരവ് ഇറക്കിയതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സർക്കാർ നിയോഗിച്ച ചാൻസലർ മല്ലിക സാരാഭായിയുടെ നിർദ്ദേശപ്രകാരമാണ് വൈസ് ചാൻസലർ ഉത്തരവിറക്കിയതെന്നാണ് സൂചന. നവംബർ 30-നാണ് ഡിസംബർ 1 മുതൽ താൽക്കാലിക അധ്യാപകരും ജീവനക്കാരും ജോലിക്ക് ഹാജരാകേണ്ടതില്ല എന്ന് ഉത്തരവിറക്കിയത്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് ഉത്തരവിറക്കിയതെന്ന് ആരോപിച്ചാണ് ജീവനക്കാർ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മല്ലിക സാരാഭായിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ VCയെ സർക്കാർ നിയോഗിച്ചത്. സർക്കാരിൽ നിന്ന് പ്രതിമാസം 90 ലക്ഷം കലാമണ്ഡലത്തിന് ലഭിക്കണം. എന്നാൽ ലഭിക്കുന്നത് 45 ലക്ഷമാണെന്നും അതുകൊണ്ടാണ് കലാമണ്ഡലത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നതെന്നും മല്ലിക സാരാഭായ് ഒരു ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പിരിച്ചുവിടൽ ഉത്തരവിറങ്ങിയത്. ഇതോടെ സുരക്ഷ, മെസ്സ്, ഹോസ്റ്റൽ, ഓഫീസ് പ്രവർത്തനങ്ങൾ എന്നിവ അവതാളത്തിലായി. സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള മല്ലികയുടെയും വൈസ് ചാൻസലറുടെയും നീക്കമാണോ പിരിച്ചുവിടൽ നാടകത്തിന് പിന്നിലെന്നും സംശയമുയരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ അറിയാതെ പിരിച്ചുവിടൽ ഉത്തരവിറങ്ങിയത് സർക്കാരിനും CPM-നും വലിയ ക്ഷീണമുണ്ടാക്കി. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പൊതു ഇടങ്ങളിലും സർക്കാരിനെതിരെ വികാരം ശക്തമായതോടെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നേരിട്ട് വിളിച്ച് ഉത്തരവ് റദ്ദാക്കാൻ VCക്ക് നിർദ്ദേശം നൽകിയത്. അധ്യാപകരുൾപ്പെടെ പിരിച്ചുവിട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നതിനാൽ 300-ലേറെ കുട്ടികൾ പഠിക്കുന്ന കലാമണ്ഡലത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യയനം മുടങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിരിച്ചുവിടൽ ഉത്തരവ് സർക്കാർ റദ്ദാക്കിയതോടെ താൽക്കാലിക ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഉത്തരവാദിത്തം സർക്കാരിന്റെ തലയിലായി എന്ന നിലപാടിലാണ് മല്ലികയും VCയും. ഇതോടെയാണ് സർക്കാരുമായി വിലപേശാനുള്ള ശ്രമമാണ് മല്ലിക നടത്തുന്നതെന്ന് CPM കേന്ദ്രങ്ങൾ സംശയിക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. അതിനിടെ കലാമണ്ഡലത്തിൽ സ്ഥിരം നിയമനത്തിനായി 28 അധ്യാപകരുടെ പട്ടിക ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് UGCക്ക് നൽകിയിട്ടുണ്ട്. താൽക്കാലിക അധ്യാപകർക്ക് പോലും ശമ്പളം നൽകാൻ കഴിയാത്ത സ്ഥാപനം ഇത്രയും പേരെ സ്ഥിരം അധ്യാപകരായി എങ്ങനെ നിയമിക്കുമെന്നത് ദുരൂഹമായി മാറുന്നു. തുടക്കത്തിൽ വേതനമില്ലാതെയാണ് മല്ലിക സാരാഭായിയെ നിയമിച്ചതെങ്കിലും പിന്നീട് വേതനം നിശ്ചയിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. ഓണറേറിയമായി മാസം 1.75 ലക്ഷവും ഓഫീസ് ചെലവിനായി 25,000 രൂപയും നൽകാനാണ് സർക്കാർ തീരുമാനിച്ചത്. സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്ന് പറഞ്ഞാണ് ചാൻസലറായി മല്ലികയെ നിയമിച്ചത്. എന്നാൽ വേതനത്തിന് വ്യവസ്ഥയുണ്ടാകണമെന്ന് സർക്കാരിനോട് മല്ലിക ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഇതര സംസ്ഥാനങ്ങളിൽ കലാമണ്ഡലത്തിന് സമാനമായ സ്ഥാപനങ്ങളിലെ ചാൻസലർമാരുടെ ശമ്പള വ്യവസ്ഥ പരിശോധിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുകയായിരുന്നു. കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ആയതിനാലാണ് മല്ലിക സാരാഭായിയെ സർക്കാർ സ്വന്തം നിലയ്ക്ക് ചാൻസലറാക്കിയത്. ഒരു പണിയും എടുക്കാത്ത ഒരാൾക്ക് ശമ്പളം നൽകുന്നത് വളരെ മോശമായ കീഴ്വഴക്കമാണെന്ന് ചൂണ്ടിക്കാട്ടി സർവകലാശാല മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ് രംഗത്ത് വന്നിരുന്നു. ജീവനക്കാർക്ക് പോലും ശമ്പളം നൽകാനുള്ള ശേഷി കലാമണ്ഡലത്തിന് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത്രയും ഉയർന്ന വേതനം നൽകുന്നത് ശരിയല്ലെന്നും ഭരതനാട്യ കലാകാരി എന്നതിനപ്പുറം ഒരു അധിക യോഗ്യതയും മല്ലിക സാരാഭായിക്ക് ഇല്ലെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നങ്ങളും വിവാദങ്ങളും മുൻ രജിസ്ട്രാറുടെ വിമർശനത്തെ ശരിവെക്കുന്നതാണ്.